അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് അബൌട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ദ നാഷണൽ എക്കണോമി, എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഈ ഒരു ടോപ്പിക് ആണ് നമ്മൾ ഈ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് അഗ്രികൾച്ചർ നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലൊക്കെ വരുത്തിയ ചേഞ്ചസ് എന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, കൺസിഡറിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. എത്ര ഇമ്പോർട്ടൻസ് ആണ്, എത്ര പ്രാധാന്യമാണ് നമ്മുടെ അഗ്രികൾച്ചറിന് ഇന്ത്യയിൽ ഉള്ളത് എന്ന് നോക്കാം അല്ലെ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ made concerted efforts to modernize agriculture. നമ്മുടെ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് പല മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഫസ്റ്റ് വൺ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR, establishment of Indian Council of Agricultural Research, ICAR. പിന്നെന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഗവൺമെന്റ് കൊണ്ടുവന്നു. പിന്നെയോ ദ വെറ്റിനറി സർവീസസ് ആൻഡ് എനിമൽ ബ്രീഡിംഗ് സെന്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ്. പിന്നെയോ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെറ്റീരിയോളജി and weather forecast etc. were given priority for improving the Indian agriculture. Government കൊണ്ടുവന്നിട്ടുള്ളതാണ്. Put forward programs അല്ലെ. ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ്. ഫസ്റ്റ് വൺ ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് establishment of agriculture research, it is ICAR. Next, agriculture universities, veterinary services, animal breeding centers, horticulture development, research and development in the field of meteorology and weather forecast etc. where the government give priority for the upliftment or the improving of Indian agriculture. Okay, it is the contribution of agriculture sector to Indian economy. പിന്നെ the impact of globalization on agriculture ആണ് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വന്നതിന് ശേഷം നമ്മുടെ കൃഷിക്ക് എന്ത് മാറ്റമാണ് മക്കളെ സംഭവിച്ചിട്ടുള്ളത് നോക്കാം അല്ലെ. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്, cotton belts of India attracted the British and ultimately cotton was exported to Britain as a raw material for the textile industry. അല്ലെ, ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോ മെയിൻലി ട്രേഡിന് വന്നപ്പോ മെയിൻലി അവർക്ക് ട്രേഡ് മാർക്കായിട്ട് തോന്നിയത് എന്താണ്, എന്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തോന്നിയത് ഇന്ത്യയിൽ വന്നപ്പോ മെയിൻലി കോട്ടൺ അല്ലെ, സിൽക്ക് പ്രൊഡക്ട്സിലാണ്. അങ്ങനെ കോട്ടൺ അവർ എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്തു റോ മെറ്റീരിയൽ ആയിട്ട്, ബ്രിട്ടനിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലേക്ക് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ബ്രിട്ടനിലുള്ള കോട്ടൺ ടെക്സ്റ്റൈൽ, ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടനിലുള്ള കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഇൻ cotton textile industry in Manchester and Liverpool flourished due to the availability of good quality of cotton from India. ഇന്ത്യയിൽ നിന്നുള്ള ഗുഡ് ക്വാളിറ്റി ഓഫ് കോട്ടൺ എടുത്തിട്ടാണ് കോട്ടൺ അവർ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? വലിയ വലിയ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും ഒക്കെ അവര് ബിൽഡ് ചെയ്തത്. ഓക്കെ, Okay, the Champaran movement which started in 1917 in Bihar. അങ്ങനെ ബീഹാറില് ചാമ്പാരൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു 1917. എന്താണത്? This was started because farmers of that region were forced to grow indigo on their land because it was necessary for the textile industry which were located in Britain. അങ്ങനെ ചാമ്പാരൻ സത്യാഗ്രഹ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നത് 1970 ബീഹാറിലുള്ള കർഷകർ തുടങ്ങാൻ കാരണം, ആ ഒരു പ്രക്ഷോഭം തുടങ്ങാൻ കാരണം എന്തായിരുന്നു മക്കളെ? ഈ ബ്രിട്ടീഷേഴ്സ് ഇവരോട് ഫുഡ് ക്രോപ്സ് ഇതാക്കിയിട്ട് ഫൈബർ ക്രോപ്സ് ആയിട്ടുള്ള കോട്ടൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരെ പെർസ്യൂ ചെയ്തു, നിർബന്ധിച്ചു. അതിനെതിരെയാണ് കർഷകർ ചാമ്പാരൻ മൂവ്മെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. ആൻഡ് ദ ഫാമേഴ്സ് they were unable to grow food grains to sustain their families. അതുകൊണ്ട് തന്നെ ഈ ഫാമേഴ്സിന് അവിടെ ഫാമിലി നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കാൻ പറ്റാതെയായി ഇവരുടെ ഇതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ഗ്ലോബലൈസേഷൻ വന്നപ്പോഴോ, അണ്ടർ ഗ്ലോബലൈസേഷൻ പെർട്ടിക്കുലർലി ആഫ്റ്റർ 1990 farmers in India have been exposed to new challenges. അങ്ങനെ പുതിയ ചാലഞ്ച് അവർ ഫേസ് ചെയ്യാൻ വേണ്ടി ഇതായി ഗ്ലോബലൈസേഷൻ വന്നപ്പോ.
Despite being an important producer of rice, cotton, rubber, tea, coffee, jute and spices, our agricultural products are not able to compete with the developed countries because of the highly subsidized agriculture in those countries. നമ്മുടെ കോട്ടനും ടീയും കോഫിയും ഒന്നും മറ്റുള്ള രാജ്യങ്ങളിലുള്ള പ്രൊഡക്ട്സുമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഓക്കെ, ടുഡേ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫൈൻഡ്സ് ഇറ്റ്സെൽഫ് അറ്റ് ദ ക്രോസ് റോഡ്. ഇന്ന് ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ടു മേക്ക് അഗ്രികൾച്ചർ സക്സസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ, proper thrust should be given to the improvement of condition of marginal and small farmers. അല്ലെ, ഇപ്പൊ നല്ല രീതിയിൽ ഇനി അഗ്രികൾച്ചർ ഒന്നും കൂടെ മുന്നോട്ട് വരണമെങ്കിൽ എന്ത് വേണം? ഇംപ്രൂവ്മെന്റ് ഷുഡ് ബി ദെയർ ഫോർ ദി മാർജിനൽ ആൻഡ് സ്മോൾ ഫാമേഴ്സ്. അതിനാണ് എന്ത് വന്നത്? ദി ഗ്രീൻ റെവല്യൂഷൻ ഹാപ്പൻഡ്, പ്രോമിസ്ഡ് മച്ച് ബട്ട് ടുഡേ ഇറ്റ്സ് അണ്ടർ കോൺട്രോവേഴ്സീസ്. ഇന്ന് അത് വളരെ ചാലഞ്ചിങ് ആയിട്ട് ഫാമേഴ്സിന് തോന്നുന്നുണ്ട് അല്ലെ, ബിക്കോസ് ഓഫ് ദി ഓവർ യൂസ്. ഇറ്റ് ഹാസ് കോസ്ഡ് ലാൻഡ് ഡിഗ്രഡേഷൻ. ഇന്ന ലാൻഡിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെട്ടു ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോ. ആൻഡ് ഓൾസോ ദ ഓവർ യൂസ് ഓഫ് കെമിക്കൽസ് അല്ലെ, അത് റിലേറ്റഡ് ആയിട്ട് ഡിസീസസ് പറയുന്നു. ആൻഡ് ഓൾസോ അക്യുഫയേഴ്സ്, യൂസ് ഓഫ് അക്യുഫയേഴ്സ് ആൻഡ് വാനിഷിംഗ് ബയോഡൈവേഴ്സിറ്റി. ദ കീ വേർഡ് ടുഡേ എന്ന് പറയുന്നത് ഇസ് ജീൻ റെവല്യൂഷൻ, വിച്ച് ഇൻക്ലൂഡ്സ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെ. പുതിയതൊക്കെ ഉള്ളത്, പുതിയത് ഉണ്ടാക്കിയെടുക്കുന്ന പല ലാബ്സും ഉണ്ടായി അല്ലെ. പിന്നെ in fact organic farming is much in vogue today because it is practiced without factory made chemicals such as fertilizers and pesticides. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗ് എല്ലാ വീടുകളിലും തുടങ്ങുക എന്നുള്ളതാണ്. മക്കളും അത് പാലിക്കണം അല്ലെ. അല്ലാത്ത വെജിറ്റബിൾസ്, വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഫുള്ള് കെമിക്കൽസ് ആണ്. പല ടൈപ്സ് ഓഫ് ഡിസീസസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് എൻവിറോൺമെന്റ് ഇൻ നെഗറ്റീവ് മാനർ. പിന്നെ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുമ്പോഴുള്ള അതിന്റെ മെച്ചം എന്ന് പറയുന്നത് അത് നമ്മുടെ പരിസ്ഥിതിനെ എന്താക്കുന്നില്ല, പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നില്ല അല്ലെ. മറ്റേ ടൈപ്പ് ഓഫ് ഫാമിംഗ്, ഗ്രീൻ റെവല്യൂഷൻ ടൈപ്പ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിഗ്രേഡ്സ് അവർ എൻവയോൺമെന്റ് വെരി മച്ച്. ഓക്കെ, അതാണ് പറയുന്നത്. പക്ഷെ ഇവരെ ഈ ഒരു അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് ഷുഡ് ഡൈവേഴ്സിഫൈ ദിയർ ക്രോപ്പിംഗ് പാറ്റേൺ ഫ്രം സിറിയൽസ് ടു ഹൈ വാല്യൂ ക്രോപ്സ്. ഈ സിറിയൽ നിന്ന്, ഫുഡ് ക്രോപ്സിൽ നിന്ന് അവർ ഹൈ വാല്യൂ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദിസ് വിൽ ഇൻക്രീസ് ഇൻകംസ് ആൻഡ് റെഡ്യൂസ് എൻവിറോൺമെന്റൽ ഡിഗ്രേഡേഷൻ സൈമിൾട്ടേനിയസ്ലി. ഇങ്ങനെയുള്ള ഹൈ വാല്യൂ ക്രോപ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പരിസ്ഥിതിക്ക് നാശമില്ല, അവരുടെ പണം, അവർക്ക് കയ്യിൽ പണം കിട്ടും. ബിക്കോസ് ഫ്രൂട്ട്സ്, medicinal herbs, flowers, vegetables, biodiesel crops like jatropha and jojoba need much less irrigation than rice or sugarcane. അല്ലെ, ഹൈ വാല്യൂ ക്രോപ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സും മെഡിസിനൽ ഹെർബ്സും അല്ലെ, ബയോഡീസൽ ക്രോപ്സ് ആയ ജാട്രോഫ, ജോജോബ ഒക്കെ ഇതാക്കുമ്പോ അതിനത്ര ഇറിഗേഷന്റെ ആവശ്യം വരുന്നില്ല അല്ലെ. ഈ റൈസിനും ഷുഗർ കെയിനും വേണ്ട അത്ര ഇറിഗേഷൻ ഈ ടൈപ്പ് ഓഫ് ക്രോപ്സിന് ആവശ്യം വരുന്നില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് മെയിൻലി ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ദ നാഷണൽ എക്കണോമി. എന്തൊക്കെയാണ് മെയിൻലി ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത സ്കീംസ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ? ഫസ്റ്റ് വൺ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. It is ICAR and the short form. And also built up agriculture universities, and also the veterinary provides veterinary services, and animal breeding centers. Animal breeding centers were set up. Horticulture development was there in everywhere. Research and development in the field of meteorology and weather forecast. Okay. Okay, പിന്നെ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോട്ടൺ ബിക്കം ദ പ്രോഫിറ്റബിൾ ക്രോപ്പ് ഫോർ ബ്രിട്ടീഷ്. ദാറ്റ്സ് വൈ ദേ സെറ്റ് അപ്പ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ മാഞ്ചസ്റ്റർ ആൻഡ് ലിവർപൂൾ. ഓക്കെ, അങ്ങനെ ചാമ്പാരൻ മൂവ്മെന്റ് വന്നു. ഈ ബ്രിട്ടീഷുകാർ ഇൻഡിഗോ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇൻഡിഗോ അവരുടെ ഫാമേഴ്സിന് ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത്രയും നിർബന്ധിച്ചു. അപ്പൊ ഫാമേഴ്സിന് അവരുടെ ലൈവ്ലിഹുഡിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു അല്ലെ. പിന്നെ മെയിൻലി ഒരു വേറൊരു ഇതെന്ന് വെച്ചാൽ കോട്ടണും അതുപോലെ തന്നെ റബ്ബറും ടീയും കോഫി സ്പൈസസ് ഒക്കെ നമ്മളിവിടെയുള്ള അഗ്രികൾച്ചർ ക്രോപ്സ് മറ്റുള്ള രാജ്യങ്ങളിലെ പ്രൊഡക്ട്സുമായിട്ട് കമ്പീറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല അല്ലെ. ഓക്കെ,
പിന്നെ ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോൾ മെയിൻലി അത് ലാൻഡ് ഡീഗ്രേഡ് ചെയ്യുന്നതിലേക്ക് വന്നു. ഓവർ യൂസ് ഓഫ് കെമിക്കൽസ് ആൻഡ് വാനിഷിംഗ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ കാണുന്നതാണ് അല്ലെ. അപ്പോ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ഇപ്പൊ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ഈ എൻവിറോൺമെന്റ് ഒരു തരത്തിൽ ഡീഗ്രേഡ് ചെയ്യാതെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത് ഓർഗാനിക് ഫാമിംഗിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഹൈ വാല്യൂ ക്രോപ്സ് ആയിട്ടുള്ള എന്താ പറയാ ബയോഡീസൽ ക്രോപ്സ് ആയിട്ടുള്ള ജട്രോഫ, ജുജോബ അങ്ങനെയുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്താൽ അതിന് അത്ര ഇറിഗേഷൻ ആവശ്യമില്ല, അതങ്ങനെ എൻവിറോൺമെന്റിനെ ഡീഗ്രേഡ് ചെയ്യൂല. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ മക്കൾ എന്ത് ചെയ്യുക, വീടുകളിലൊക്കെ ഓർഗാനിക് ഫാമിങ് നല്ല രീതിയിൽ ചെയ്യുക. ടെറസസില് അല്ലെ, വീടിന് ചുറ്റുമായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ വിഷമുക്തമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, ലൈഫ് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യാം, പലതരത്തിലുള്ള ഡിസീസസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.